അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഭീതി പടർത്തുന്ന ഒരു അവയവത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരാണ് കിഡ്നി. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വപ്നം കണ്ടെഴുന്നേക്കുന്നതും ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് വൃക്കരോഗം എനിക്ക് വരുന്നുണ്ടോ എനിക്ക് വരില്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം കിഡ്നിയുടെ അസുഖത്തിനെ പേടിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ചൂഷണം ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് എന്താണ് ഈ കിഡ്നി ഡിസീസ് എന്ന് കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാം. എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? നമ്മളെല്ലാവരും വിചാരിക്കുക കിഡ്നി എന്ന് പറയുന്നത് യൂറിൻ കളയാനുള്ള ഒരു അവയവം മാത്രമാണെന്നാണ്. അതുകൊണ്ടാണ് യൂറിന് കളർ വ്യത്യാസം വരുമ്പോഴോ അല്ലെങ്കിൽ യൂറിൻ പോകാത്തപ്പോഴോ ഒക്കെ നമ്മൾ നേരെ ഓടിപ്പോയിട്ട് കിഡ്നി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേറെ പല ജോലികളും ഉണ്ട്. സോ എന്തൊക്കെയാണ് കിഡ്നിയുടെ ജോലികൾ? ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ അതൊരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. അതായത് ശരീരത്തിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് വെളിയിൽ കളയാൻ ഉപയോഗിക്കുന്ന ഒരു അവയവമാണ്. പക്ഷേ അത് മാത്രമല്ല കിഡ്നിയുടെ ജോലി, അതിന് വേറെ ഒരുപാട് ജോലികളുണ്ട്. ഫോർ എക്സാമ്പിൾ, അത് എർത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സിന്തസൈസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിനകത്ത് ബ്ലഡ് കൗണ്ട്, അതായത് ചുമല രക്താണുവിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി സിന്തസിസിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി അതിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻസിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ഇതുപോലെ ഒരുപാട് റോളുകൾ നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിലുണ്ട്. സോ നമുക്കൊരു കിഡ്നി ഡിസീസ് വന്നാൽ അല്ലെങ്കിൽ കിഡ്നിക്ക് ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് നേരത്തെ കിഡ്നി ഡിസീസ് എന്തെങ്കിലും വരുന്നുണ്ട് അത് നേരത്തെ അറിയാനുള്ള ഒരു അവബോധം നമുക്ക് വേണം. പക്ഷേ അതിനെ പേടിക്കാനും പാടില്ല. സോ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന അപായ സൂചനകൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മളൊരു ബേസിക് അവബോധം ഉണ്ടാക്കിയെടുക്കുക. സോ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന എന്ത് ചെയ്യുന്ന ഒന്നാമത്തെ യൂറിൻ കളറാണ്. നമ്മുടെ മൂത്രത്തിൻ്റെ നിറത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തത് യൂറിൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭയങ്കര കടും മഞ്ഞ കളറാണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള കളറാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, യൂറിൻ ചിലപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, അതായത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കാം, അതൊരു കാര്യം. രണ്ടാമത്, നിങ്ങളെല്ലാവരും വിചാരിച്ചേക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ യൂറിനിൽ മഞ്ഞ പോകുന്ന, അതായത് ബിലിറൂബിൻ കൂടിയതോ ആവാം. സോ യൂറിൻ്റെ കളർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ചുമല കളറിലെ യൂറിൻ നിങ്ങൾക്ക് വരികയാണെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ കളറാവും, ചില മെഡിസിൻസിൻ്റെ കളർ കൊണ്ട് വരാം, ചിലപ്പോൾ അത് ബ്ലഡ് ആവാം. ബ്ലഡ് ആണെങ്കിൽ, അതായത് ഹെമറ്റൂറിയ ആണെങ്കിൽ അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറെ ചില അപൂർവ രോഗങ്ങൾ കൊണ്ടും വരാം. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് യൂറിന് റെഡ് കളർ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ഫ്രോത്തി യൂറിൻ, അതായത് യൂറിൻ്റെ അകത്ത് നമുക്ക് പത കാണാം. യൂറിനകത്ത് പത കാണുന്ന പ്രധാനമായിട്ടും പ്രോട്ടീനൂറിയോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ വരുമ്പോഴായിരിക്കും. അതായത് യൂറിനകത്ത് പ്രോട്ടീൻ പോകുമ്പോഴോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴോ വരാം. സോ നിങ്ങളുടെ യൂറിൻ എന്തെങ്കിലും ഒരു കളറിനൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് അല്ലെങ്കിൽ കളറിനൊരു വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അത് ധ്രുവീകരിച്ചോളുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിത് കുഴപ്പമില്ല എന്ന് വെച്ച് ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പണി കിട്ടുക. സോ മേക്ക് ഷുവർ യൂറിന് കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഡോക്ടറെ കണ്ടിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തതെന്ന് പറയുന്നത് ശരീരം മൊത്തം ഉണ്ടാകുന്ന നീർവീഴ്ചയാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് നോർമലാണ്. അതായത് നീര് വെച്ചാലും നോർമലാണ്, ശരീരവേദന വന്നാലും നോർമലാണ്, വിശപ്പില്ലെങ്കിലും നോർമലാണ്. അങ്ങനെ ഒരു കാര്യമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാം നോർമലാണ്. എന്തൊക്കെ അസുഖം വന്നാലും പ്രായത്തിൻ്റെതാണെന്ന് നമ്മൾ ആരും കരുതരുത്. നിങ്ങളുടെ ശരീരത്തിൽ പ്രായഭേദമന്യേ ആർക്ക് വന്നാലും നിങ്ങളുടെ ശരീരത്തിൽ പലയിടത്തായിട്ട് നീര് വരുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാം ഡിപ്പെൻഡൻറ്റ് പാർട്സിൽ, ഇപ്പോൾ കണ്ണിൻ്റെ താഴെയായിട്ട് നീര് വെക്കുക, വയറ്റിൽ നീര് വെക്കുക, കവിളിൽ നീര് വെക്കുക, കാലിൽ നീര് വെക്കുക, ഇപ്പോൾ 2 കാലിലും ഒരുമിച്ച് നീര് വെക്കുക. അതും വേദനയില്ലാത്ത നീരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയൊരു കിഡ്നി ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരും അധികം വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്രോണിക് ഫറ്റീഗ് അഥവാ ക്രോണിക് ടയർഡ്നെസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും അങ്ങ് ക്ഷീണം വരിക, ഭയങ്കര ക്ഷീണം വരിക. എന്നിട്ട് ക്ഷീണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ലൈഫിലും ഒന്നും പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക, അതും കിഡ്നി ഡിസീസിൻ്റെ ഒരു സിംറ്റം ആകാം. സോ നിങ്ങൾക്ക് ക്രോണിക് ഫറ്റീഗ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഡോക്ടറെ കാണാം. നാലാമത്തേതെന്ന് പറയുന്നത് വെയിറ്റ് ലോസും അപ്പറ്റൈറ്റ് ലോസുമാണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് വണ്ണം കുറയുക അല്ലെങ്കിൽ പെട്ടെന്ന് വിശപ്പ് കുറഞ്ഞു പോവുക. നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് വിശപ്പ് കുറയുക അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ബി എ സൈൻ ഓഫ് ഒരു കിഡ്നി ഡിസീസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളും കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന്
ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പുവരുത്തുക. അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനും അനീമിയയും. അതായത് നിങ്ങളിപ്പോൾ പ്രഷർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, നിങ്ങൾ പ്രഷറിന് മരുന്ന് കഴിച്ചു, 1 ഗുളിക കഴിച്ചു, 2 ഗുളിക കഴിച്ചു, 3 ഗുളിക കഴിച്ചു, എത്ര ഗുളിക കഴിച്ചാലും നിങ്ങളുടെ പ്രഷർ കുറയാതെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രഷർ കുറയാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ നോർമലാണെന്ന്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രോണിക് ആയിട്ട് അനീമിയ ഉണ്ടെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് അങ്ങ് വിളർച്ച, എപ്പോൾ നോക്കിയാലും HB കുറവാണ്, എപ്പോൾ നോക്കിയാലും അങ്ങ് ക്ഷീണമാണെന്നുള്ള ആൾക്കാരും അത് മേ ബി എ സൈൻ ഓഫ് ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ആയിരിക്കാം. സോ അങ്ങനെയുള്ളവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ കിഡ്നി ഹെൽത്തി ആണെന്ന് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഏർലി സൈൻസ്, അതായത് നേരത്തെ നമ്മുടെ ശരീരം നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാണിച്ചു തരുന്ന സിംറ്റംസ്. സോ ഇതാരും മിസ് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ കിഡ്നി ഡിസീസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണുന്നില്ല, ആദ്യം അങ്ങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ക്രിയാറ്റിൻ മാത്രം ടെസ്റ്റ് ചെയ്യും, സിറം ക്രിയാറ്റിൻ മാത്രം ടെസ്റ്റ് ചെയ്യും. അതിലുള്ളൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ സിറം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കിഡ്നി ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അത് നോർമലാണെന്ന് കരുതി നിങ്ങൾക്ക് കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ല, കിഡ്നി അടിപൊളിയാണെന്ന് യാതൊരു നിർബന്ധമില്ല. സോ മേക്ക് ഷുവർ നിങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ട്, നിങ്ങൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റിൻ നോർമലാണെന്ന് കരുതി നിങ്ങളങ്ങ് സന്തോഷിച്ചിരിക്കാനും പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത്. നമുക്ക് കിഡ്നി നോർമലാണോ എന്നറിയാനായിട്ട് നമുക്ക് ഒരുപാട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സത്യം പറഞ്ഞാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആയതിനു ശേഷം മാത്രം കൂടുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പല ടെസ്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും ആദ്യം അബ്നോർമാലിറ്റി കാണിക്കുന്ന ഒരു ടെസ്റ്റ്. സാധാരണയായിട്ട് ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കുറേ വർഷങ്ങളായിട്ട് ഡയബറ്റിക് ആണെങ്കിൽ അവരുടെ യൂറിനകത്തൂടെ ആൽബുമിൻ പോകുന്ന അല്ലെ പ്രോട്ടീൻ പോകുന്നതിൻ്റെ അളവ് പയ്യെ കൂടാൻ തുടങ്ങും. അത് കൂടുന്ന സമയത്ത് തന്നെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ കൂടും. അതാണ് നമുക്ക് എന്താ പറയുന്നത് കിഡ്നിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൈൻ. അതുപോലെ തന്നെ നമുക്ക് BP ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ റീനൽ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. സോ നിങ്ങൾ എപ്പോഴും BP കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തോളുക, BP കൂടുന്നില്ല എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് വേറെ ഉണ്ട്. സോ ദയവ് ചെയ്ത് യൂറിൻ ക്രിയാറ്റിൻ നോർമൽ ആണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ കിഡ്നി നോർമൽ ആണെന്ന് കരുതി ഇത്തരം രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. പിന്നെ ഈ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് മാറുന്ന അസുഖമാണോ? ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. എനിക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ, ഞാൻ മരിച്ചു പോവുമോ? ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്. അതിനെ നമുക്ക് ഈ കിഡ്നിയുടെ അസുഖത്തിനെ രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയറും, രണ്ടാമത്തേന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഇഞ്ചുറിയാണ്. ഇപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി നമുക്ക് പല കാരണം കൊണ്ട് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം, ഡെങ്കിയോ മലേറിയോ ഒക്കെ കൊണ്ടിട്ട് വരാം. അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് വേദനയുടെ ഗുളികകൾ കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് വേദനയുടെ ഗുളിക കഴിക്കുന്നവർക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ വരാം. ഈ അക്യൂട്ട് ഉണ്ടാകുന്ന റീനൽ ഫെയിലിയേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് 90% കേസസിലും. സോ അവർക്ക് പെട്ടെന്ന് മെഡിക്കേഷൻസ് വേണ്ടി ഒരു മെഡിക്കൽ എമർജൻസിയാണ്, പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 90% കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആവും. രണ്ടാമത്തേന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD ആണ്. നമ്മുടെ നാട്ടിലിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും കൂടുന്ന ഒരു റീനൽ ഡിസീസും ക്രോണിക് കിഡ്നി ഡിസീസാണ്. സോ ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ അത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. അതൊരു ക്രോണിക് ഇൽനെസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കിഡ്നിക്ക് ഉണ്ടാകാവുന്ന ഒരു ജനിതകരം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അത് ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് വർഷങ്ങളോളം പോയി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജനറ്റിക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജന്മനാ നിങ്ങളുടെ കിഡ്നിക്ക് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് കിഡ്നിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു റീനൽ സ്റ്റോൺ ഉണ്ട്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനിൽ വർഷങ്ങളായിട്ട് പയ്യെ കിഡ്നി ഫംഗ്ഷൻ മോശമായി വരുന്നതിനെയാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് 2 രീതിയിലാണ് മാനേജ് ചെയ്യപ്പെടുക. ഒന്നെന്ന് പറഞ്ഞത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. മരുന്നുകൾ കൊടുത്ത് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് വർഷങ്ങളോളം കൊണ്ടുപോകാൻ പറ്റുന്ന അസുഖങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളും ഉണ്ട്. ഈ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളിലാണ് നമ്മൾ പിന്നെ ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, അതുപോലെ ട്രാൻസ്പ്ലാന്റ്, അതുപോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നാളെ നിങ്ങൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തു എന്ന് കരുതി ഇപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ നോക്കിയപ്പോൾ ഒരു 2 കണ്ടു എന്ന് കരുതി ഞാൻ ഇന്ന് തന്നെ ടെൻഷൻ അടിച്ചൊരു ഹാർട്ട് അറ്റാക്ക് കൂടെ വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, എക്സസൈസ് കറക്റ്റ് ചെയ്യുക, പ്രധാനമായിട്ടും ഡയറ്റ് കറക്റ്റ് ചെയ്യുക. ഈ
ഡയറ്റ് കറക്റ്റ് ചെയ്ത് ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നോർമലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ കൂടിയെന്ന് എഴുതിയിട്ട് യാതൊരു കുഴപ്പമില്ല, അത് പഴയതുപോലെ തന്നെ ആയിക്കോളും. നമ്മൾ ആ കോസ് ട്രീറ്റ് ചെയ്യുക, ആ കോസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം. സോ നിങ്ങൾ ആരെങ്കിലും ക്രിയാറ്റിൻ കണ്ടു അല്ലെങ്കിൽ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 2 കണ്ടു എന്ന് കരുതി ടെൻഷൻ ആവരുത്. അതിന് ആക്ഷൻ എടുക്കുക. അതിനെന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം, ഡയറ്റ് കറക്റ്റ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കിഡ്നി ഡിസീസ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമ്മൾ ഏത് കിഡ്നി ഡിസീസ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒരു പ്രധാന കോസ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യം സിഗരറ്റ് വലിയാണ്. സോ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സിഗരറ്റ് വലി അവസാനിപ്പിച്ചോളുക. കാരണം സിഗരറ്റ് വലി കൊണ്ട് ഓൾറെഡി ഇഞ്ചേർഡ് ആയൊരു കിഡ്നിയുടെ ഇഞ്ചുറി ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി കൂട്ടാനും അതുപോലെ തന്നെ നോർമലായൊരു കിഡ്നിയെ നശിപ്പിച്ച് ഒരു റീനൽ സെൽ കാർസിനോമ ഉണ്ടാക്കാൻ വരെ പറ്റുന്ന ഒരു സാധനമാണ് സ്മോക്കിംഗ്. സോ മദ്യപാനവും സിഗരറ്റ് വലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുവഴി തന്നെ നിങ്ങളുടെ കിഡ്നിയെ സേവ് ചെയ്യാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു അവബോധം ഉണ്ടാവണമെന്നേ ഉള്ളൂ. നമ്മളിപ്പം ഒരു കാറിൽ കയറി വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം മര്യാദയ്ക്ക് സൈഡ് ചേർന്ന് പോയി കറക്റ്റ് സ്പീഡിൽ പോയി ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്യാതെ സേഫായിട്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കുമെന്ന ബോധ്യം നമുക്ക് വേണം. പക്ഷേ എന്ന് കരുതി വണ്ടി കയറുമ്പോഴേ വണ്ടിയിൽ ആക്സിഡൻറ്റ് പറ്റി ഞാൻ ആശുപത്രിയിലായി ബ്രെയിൻ സർജറി ചെയ്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വണ്ടി ഓടിക്കാൻ പോയാൽ നമുക്ക് ആർക്കും വണ്ടി ഓടിക്കാനോ ആ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനോ പറ്റില്ല. ലൈഫ് അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചോളുക. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്നതിനൊക്കെ സംഭവിക്കാം. സോ അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ വന്നാൽ ഡോക്ടറെ കാണണം, അതിന് ഇങ്ങനെ പരിഹാരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെച്ചോളുക. അല്ലാതെ ഈ കിഡ്നി ഡിസീസ് വരുമോ, കിഡ്നി ഡിസീസ് വന്നോ, കിഡ്നി ഡിസീസ് വന്നതുകൊണ്ട് ഞാൻ നാളെ അങ്ങ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ എന്ന പേടിച്ച് ആരും ജീവിക്കാതിരിക്കുക. ലൈഫ് എൻജോയ് ചെയ്യുക. പക്ഷേ എൻജോയ് ചെയ്യുമ്പോൾ നമുക്കൊരു അവബോധം വേണം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവിനോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ പേടിച്ച് ജീവിക്കേണ്ട, പക്ഷേ തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. അസുഖങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, പക്ഷേ അസുഖം ഉണ്ടെന്ന് കരുതി ഭയന്ന് ജീവിക്കാതെ ഇരിക്കുക.